ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസമാണ് ഇന്ന് കേരള സർവകലാശാല അടക്കമുള്ള കേരളത്തിലെ സർവകലാശാലകളിൽ കണ്ടത്, അനുവദിച്ചു കൊടുക്കപ്പെട്ടത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അല്ല, അതീവ സുരക്ഷാ മേഖലയിൽ പോലും സമരക്കാർക്ക് കടന്നു കയറാൻ പോലീസ് ഒത്താശ ചെയ്തു കൊടുത്തു. സ്വാഭാവികം. ഏത് സമരത്തോടായാലും പോലീസ് സ്വീകരിക്കേണ്ട സമീപനം ഇതാണോ? പോലീസിന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ എത്രയോ ആഭാസ സമരങ്ങളാണ് നടന്നത്. ബാക്കി പറ. ഒരു വീട്ടമ്മ മരിച്ചപ്പോൾ അവരുടെ മൃതദേഹം തടയാൻ ഒരു MLA വന്നു. പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ. നമ്മുടെ എല്ലാം കൺമുമ്പിലാണ് മൃതദേഹം തടയുന്നത്. എന്നിട്ട് ഇവർ തന്നെ ഈ മെഡിക്കൽ കോളേജിനകത്ത് പോലീസ് നോക്കി നിൽക്കെ ABVP-ക്കാരും അല്ലെങ്കിൽ BJP-ക്കാരും അതിക്രമിച്ച് കയറി ബാരിക്കേഡുകൾ തള്ളി തുറന്ന് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ ഓടുന്ന വിധം അവിടെ സമരം നടത്തുന്ന കണ്ടു. മിനിഞ്ഞാന്നുണ്ടായ സമരമാണ് അത്. നല്ല ആവേശമുള്ള സമരമായിരുന്നു. പോലീസ് അവിടെ ന്യായമായ നിലയ്ക്കാണ് പെരുമാറിയതായിട്ട് കണ്ടത്. നിയമവിരുദ്ധമായിട്ടൊരു കാര്യവും പോലീസ് ചെയ്തതായി ആർക്കും പരാതിയുമില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. സമരങ്ങളെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ട സമരങ്ങളുടെ ദൃശ്യങ്ങളിൽ ഇങ്ങനെ ബാരിക്കേഡ് മറികടന്ന് പോകാനും എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് അതീവ സുരക്ഷയുള്ള മേഖലകളിലേക്ക് അടക്കം ഇങ്ങനെ സമരക്കാർക്ക് ഓടിക്കയറാനും അവസരം ഒരുക്കിക്കൊണ്ട് പോലീസ് നോക്കി നിൽക്കുന്നത് ഞാൻ എവിടെയും കണ്ടില്ല. അത്തരമൊരു ദൃശ്യം ഇന്നാദ്യമായാണ് കാണുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, അത്തരം ദൃശ്യങ്ങൾ കാണാൻ കാഴ്ചയില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക എന്നുള്ളതിൽ അത് വേറെ പരിഹാരമില്ല. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനൊന്നും പറ്റത്തില്ല. എവിടെയാണ് ഈ ഇന്ന് കണ്ടതുപോലെ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കടന്നു കയറിയതുപോലെ എവിടെയാണ് കടന്നു കയറിയത്? ഞാൻ പറയട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കോൺഗ്രസിന്റെ സമരം നടക്കുമ്പോൾ ഒരു കാറിലൊരു ക്യാൻസർ രോഗി വരുന്നു. ആ അദ്ദേഹത്തിന്റെ കാറ് കോൺഗ്രസ്സുകാർ കോട്ടയത്ത് തല്ലി തകർക്കുന്നു. പോലീസുകാരവിടെ നിൽപ്പുണ്ട്. മെഡിക്കൽ കോളേജിലെ രോഗിയുടെ കാറ് തല്ലി തകർത്ത് നിങ്ങൾ കാണിച്ചോ? ചാനലിൽ കണ്ടിട്ടുണ്ടോ? മനോരമ ചാനലിൽ ഞാൻ കണ്ടില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പകുതിയെ കാണൂ. ഏത് പകുതി കാണും? ഇടതുപക്ഷത്തിനെതിരെ അതിൽ എന്തെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ കാണും. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. കാണണം. കാരണം നിങ്ങളാണല്ലോ പ്രത്യയശാസ്ത്ര തലസ്ഥാനം UDF-ൻ്റെത്. നിങ്ങളുടെ കയ്യിൽ ആ സ്ഥാനം പോയി കേട്ടോ. അതിപ്പോ മീഡിയ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും കൊണ്ടുപോയി. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. പ്രത്യയശാസ്ത്ര തലസ്ഥാനം ഇപ്പോൾ വേറെ ആളുകളായി തീർന്നു. മനോരമയുടെ പോയിരിക്കുന്നു. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രത്യയശാസ്ത്ര തലസ്ഥാനം ഇപ്പൊ മീഡിയ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിനൊന്നും ഇല്ലേ? 28 SFI താങ്കൾ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് കയറി സമരം ചെയ്തിട്ടുണ്ട് എന്നാണ്. എനിക്ക് മനസ്സിലായില്ല ഏത് സംഘടനയാണ് കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് രോഗികളെ ഭയപ്പെടുത്തി സമരം ചെയ്തത്? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആ ആംബുലൻസ് തകർത്തതിന് എതിരെ എടുത്ത ഞാൻ പറയാം. കോട്ടയം ഒന്ന് പറഞ്ഞേ. അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു വ്യക്തിയുടെ പേര്, അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്റെ പേര് പറഞ്ഞു. ഒന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല. ഞാൻ സമരത്തിലുണ്ടായിരുന്നതാണല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അവിടെ അങ്ങനെ ഒരു ആംബുലൻസ് പോയിട്ടില്ല, അവിടെ തല്ലി തകർത്തിട്ടില്ല. പോലീസിനോ പൊതുജനത്തിനോ ഇല്ലാത്ത ഒരു പരാതി ശ്രീ K. അനിൽകുമാറിനെ എവിടെ വന്നേ? ചുമ്മാ എന്തെങ്കിലും പച്ച കള്ളം നുണ പറയുന്നു. നാടകമാവില്ലേ? നിങ്ങളൊരു അയ്യോ എനിക്കിപ്പോ ബോധം പോകും. മറുപടിയുണ്ട്. ഒന്ന് ആംബുലൻസ് നടന്നത് ചാണ്ടിയുമ്മനാണ്. അതിന്റെ ദൃശ്യം മനോരമയിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ചാണ്ടിയുമ്മൻ ആംബുലൻസ് നടത്തിയ സമരത്തിൽ ആംബുലൻസ് തല്ലി തകർത്ത ആ വിഷയത്തിലെ കേസ്, ആ കേസ് നമ്പർ പറ. അതിനെടുത്ത പോലീസ് എടുത്ത ക്രൈം പറ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ഞാനുണ്ടായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല.
ഈ മാധ്യമങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു, ഇവരാരും കണ്ടിട്ടില്ലല്ലോ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അങ്ങനെ ഒരു കേസ് പൊതുജനം ഒരു പരാതി കൊടുത്തിട്ടില്ല. പോലീസിന് അങ്ങനെ ഒരു കേസില്ല. പിന്നെ ശ്രീ കെ അനിൽകുമാർ ബഹിരാകാശത്ത് നിന്ന് കേസ് ഉണ്ടായിക്കൊണ്ടുവരും. എന്തു നുണയും പച്ച നുണയും ഒരു ചാനൽ ചർച്ച വന്ന് പറയാമെന്നാണ്. വളരെ മോശമല്ലേ ശ്രീ കെ അനിൽകുമാർ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്തു നുണയാണ്, പച്ച നുണ, നട്ടാൽ കുരുക്കാത്ത നുണ പറയും, പച്ച നുണ. അങ്ങനെയാണെ കേസ് പറയാം, അങ്ങനെ കേസും പറയാം. ഇത് ശരിയല്ല. ഞാൻ എന്താ പറയുന്നത് നിഷ, ഇത് ശരിയുള്ള കാര്യമല്ല. ഞാനൊരു മറുപടി പറയാൻ തുടങ്ങിയാൽ ആ മറുപടി പൂർത്തിയാക്കാതെ മറ്റൊരാളുടെ മേലെ നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. അത് മൈക്ക് കൊടുത്താൽ നിങ്ങളുടെ കുഴപ്പം എന്താണ്? ഞാൻ എന്താ മറുപടി പറഞ്ഞത്? ഞാൻ പൂർത്തിയാക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ മൈക്ക് കൊടുത്തത് പറഞ്ഞാക്ക്. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. അദ്ദേഹം പറയുന്ന നുണയെല്ലാം കൂടെ എന്റെ തലയെ കയറ്റാനോ? ഞാൻ നുണയൊന്നും പറയുന്ന ആളല്ല. അത് വേറെ ആളെ നോക്കണം നുണ പറയുന്നത്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ വൈകാരികമായി സമരം നടത്തിയവർ കോട്ടയം മെഡിക്കൽ കോളേജിനകത്തേക്ക് ഇരച്ചു കയറി രോഗികളെ ഭയപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നു. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. സമരങ്ങളുടെ ആവേശത്തിന്റെ അവിടെ പോലീസ് ഇങ്ങനെ ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു, സമരക്കാരെ വലിച്ചു കയറ്റുകയായിരുന്നു. ശ്രീ അനിൽകുമാർ, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഞാനിപ്പോ ഈ നമ്മളൊരു ചർച്ചയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്ഥലത്തും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണോ CPM പറയേണ്ട മറുപടി പറയേണ്ടത്? അത് അവിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയണമല്ലോ. കാരണം നിങ്ങളുടെ കീഴിലല്ലേ ആഭ്യന്തര വകുപ്പ്. സമരക്കാരുടെ ഓരോ തലത്തിലും ഓരോ സ്ഥലത്തും ഓരോ സമീപനമാണെങ്കിൽ അതിന് മറുപടി പറയണ്ടേ ശ്രീ അനിൽകുമാർ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അല്ലല്ല, ഒരു സമരവുമായി ബന്ധപ്പെട്ട് വിഷയം കൈകാര്യം ചെയ്യുന്ന പോലീസിനാണ് ബാധ്യത. താൻ എന്തൊക്കെയാ പറയുന്നേ? ആ പോലീസ് എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം എന്ന് ആഭ്യന്തര വകുപ്പിന് തീരുമാനമില്ല. നിയമം പാലിക്കണം. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഏത് സമരക്കാരാണെങ്കിലും ജയിലിൽ പോകും. ആണോ? ഭയങ്കര. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞു നവകേരള സദസ്സിനെ ആക്രമിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മുന്നിലേക്ക് ചാടുന്നു. ചാടി ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒരാൾ മരിക്കാനിടയാകും. മരിച്ചാൽ പിന്നെ കേരളം മുഴുവൻ കത്തിക്കാം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞങ്ങളുടെ കുട്ടികൾ ആ വണ്ടിയുടെ മുന്നിൽ ചാടി മരിച്ചാൽ നിങ്ങൾക്കെന്താണ് എന്ന് ചോദിച്ചത് KPCC പ്രസിഡന്റാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അങ്ങനെ KPCC പ്രസിഡന്റ് ചോദിക്കുന്ന വിധം ആ നവകേരള സദസ്സിന്റെ മുന്നിലേക്ക് ചാടി ഒരു കുട്ടി വീണാൽ അത് വീഴാതിരിക്കത്തക്കത് പിടിച്ചു മാറ്റുന്നതിനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. അതല്ലാതെ അതിന്റെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ രക്ഷാപ്രവർത്തനമായി ഒരാളും പറയില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പൂച്ചട്ടി എടുത്ത് തലത്തി അടിക്കുന്നതിനെയും രക്ഷാപ്രവർത്തനമായാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെയായിരുന്നു അന്ന് കേരളം കണ്ടത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. SFIക്കാരുടെ കാര്യത്തിലെ രക്ഷാപ്രവർത്തനം ഒന്നും കണ്ടില്ല ശ്രീ അബിൻ വർക്കി. അല്ലല്ല, നിങ്ങൾ കേരളം കണ്ടു കേസെടുത്തിട്ടുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.